തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കാൻ നിർണായകമായ LDF യോഗം ഇന്ന് ചേരുകയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPM-ഉം എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് CPI-യും വിലയിരുത്തുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും മുന്നണിയിൽ ഭിന്നാഭിപ്രായം പറയുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങളുമായി ആഴത്തിൽ പരിശോധിക്കാൻ ഷഫീദ് റാവുത്ത് തത്സമയം വരികയാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, CPM രണ്ട് തട്ടിലാണ്. വെരി ഗുഡ് മോർണിംഗ് എസ്കൻ. ഉറപ്പായിട്ടും, കാരണം പല വിഷയങ്ങളിൽ അങ്ങനെ മുന്നണിക്കകത്ത് രണ്ട് അഭിപ്രായമുണ്ട്. ആ ഒരു സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി, അതിന്റെ ചില പാവഭാരങ്ങൾ അവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. CPM വിശദീകരിക്കേണ്ട, രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ട പല വിഷയങ്ങളും ഉണ്ട് എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തേത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറിച്ചാണ് CPI-യുടെ അഭിപ്രായം. CPI പറയുന്നത് ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയവും. ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ ആഘാതം സംബന്ധിച്ചും മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ CPI എടുക്കുന്ന നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മുന്നണി നേതൃത്വം പരാജയ കാരണം എന്തെന്ന് വിലയിരുത്തും. അതിന്റെ വിവരങ്ങൾ ഇന്ന് പുറത്തേക്ക് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും ഇന്നത്തേക്ക് നടക്കും. CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും അതേപോലെ തന്നെ അദ്ദേഹം മന്ത്രിമാരുടെ യോഗത്തിലും പറഞ്ഞത് 110 സീറ്റ് എന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ മുന്നണി എങ്ങനെ നീങ്ങണം എന്നുള്ളത് സംബന്ധിച്ച മാർഗരേഖ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ചയാകും. മറ്റൊന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ്. അതും ഇന്ന് ചേരുന്നുണ്ട്. LDF ജാഥകളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. LDF-ന്റെ വടക്കൻ മേഖലാ ജാഥയിൽ പാർട്ടി പ്രതിനിധിയായി രാജ്യസഭാംഗം PP സുനീറിനെയും മധ്യമേഖലാ ജാഥയിൽ P സന്തോഷ് കുമാർ MPയും നിയോഗിക്കാനാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ. ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള പരസ്യ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും സെക്രട്ടേറിയറ്റിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായിരുന്നു. ഏതായാലും CPI-യുടെ അങ്ങനെ ഒരു നേതൃയോഗം കൂടി രാഷ്ട്രീയ പ്രസക്തിയുള്ള ഈ കാലാവസ്ഥയിൽ അങ്ങനെ രണ്ട് യോഗങ്ങൾ തലസ്ഥാനത്ത് ഇന്ന് ചേരും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.